അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിലെ ശിക്ഷാവിധി ഇന്ന് എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനമായി നൽകാനുള്ള വാർത്ത. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ലക്ഷ്മി, അങ്കമാലി മുക്കന്നൂർ കൊലപാതക കേസിലെ ശിക്ഷാവിധി ഇന്ന് ഉണ്ടാകും. കഴിഞ്ഞ 29-ാം തീയതി ഈ ശിക്ഷാവിധിയിന്മേലുള്ള വാദം സെഷൻസ് കോടതിയിൽ പൂർത്തിയായിരുന്നു. സെഷൻസ് കോടതിയാണ് ഇന്ന് വിധി പറയുന്നത്. 2018 ഫെബ്രുവരിയിലാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഈ പ്രതിയായിട്ടുള്ള ബാബു സ്വന്തം സഹോദരൻ ശിവനെയും ശിവന്റെ ഭാര്യ വത്സ, ഒപ്പം തന്നെ മകൾ സ്മിത എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സ്വത്ത് തർക്കമായിരുന്നു കൊലപാതകത്തിന് കാരണം. ഒപ്പം തന്നെ സ്മിതയുടെ 2 ഇരട്ടക്കുട്ടികളായ മക്കളെയും വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. ഈ കുട്ടികളാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ. അതിനിഷ്ഠുരമായിട്ടുള്ള കൊലപാതകം എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകണം എന്നുള്ള ഒരു നിലപാടാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിച്ചത്. ശിക്ഷാവിധിയിന്മേലുള്ള വാദത്തിനിടയിൽ കോടതി ഈ ജയിലധികൃതരുടെ ഒപ്പം തന്നെ സർക്കാരിന്റെയും റിപ്പോർട്ട് തേടിയിരുന്നു. പ്രതിഭാഗം ഉന്നയിച്ചത് മാനസിക നില അത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന വേണമെന്നുള്ളൊരു നിലപാടായിരുന്നു പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. എന്തായാലും അതിനിഷ്ഠുരമായിട്ടുള്ള ഒരു കൊലപാതകമായതിനാൽ വധശിക്ഷ വേണം എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. എന്തായാലും അത് കേസിന്റെ വിധി ഇന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും ഉച്ചയ്ക്ക് മുൻപ് തന്നെ ശിക്ഷാവിധി അറിയാൻ സാധിക്കും. കാരണം പരമാവധി ശിക്ഷയെ വധശിക്ഷ കൊടുക്കണമെന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ ഈ പ്രതിഭാഗം പറഞ്ഞിട്ടുള്ളത് മറ്റ് കേസുകളിലൊന്നും ഉൾപ്പെട്ടിട്ടില്ലാത്ത പ്രതിയാണ്. മാത്രമല്ല രശ്മ സൂചിപ്പിച്ചതാണ് ഇതിന് ശേഷമുള്ള മാനസിക പരിവർത്തനം എങ്ങനെ, ജയിലിൽ നല്ല നടപ്പാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതി അന്വേഷിക്കുക, അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഉൾപ്പെടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കും ശിക്ഷ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കൊലപാതകത്തിന്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ പരമാവധി ശിക്ഷ കിട്ടിയേക്കാവുന്ന ഒരു സാഹചര്യം തള്ളിക്കളയാനാവില്ലല്ലോ അല്ലേ? ലക്ഷ്മി, നേരത്തെ തന്നെ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. അതായത് കൊലപാതക ശ്രമം, ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, ഒപ്പം തന്നെ വിശ്വാസവഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ പ്രതിക്കെതിരെ കണ്ടെത്തിയെന്ന് കോടതി വിധിച്ചതാണ്. ഇതിന്റെ അതിനിഷ്ഠുരം എന്നുള്ള ഒരു കൃത്യം അത് തന്നെയാണ് ഈ പ്രതിഭാഗത്തിനെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ വധശിക്ഷ വേണമെന്നുള്ളൊരു നിലപാട് നേരത്തെ തന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ച ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ഈ 3 പേരെ, അതായത് 3 ബന്ധുക്കൾ തന്നെയാണ്. സ്വന്തം സഹോദരനാണ് ശിവൻ, സഹോദരന്റെ ഭാര്യ വത്സ, സഹോദരന്റെ മകൾ, അതായത് പുത്രി സ്ഥാനത്തുള്ള വ്യക്തി തന്നെയാണ്. അങ്ങനെ ആ കൊലപാതകത്തിൽ പ്രതി യാതൊരു ദയും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാഗം നേരത്തെ ഉന്നയിച്ച മാനസിക നില പരിശോധന റിപ്പോർട്ട് കോടതി സ്വാഭാവികമായിട്ടും പരിഗണിക്കും. ആ റിപ്പോർട്ട് സർക്കാരും ജയിലധികൃതരും നിലവിൽ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല നടപ്പിന് പ്രതിക്ക് ആ ഒരു പരിഗണന കൂടി നൽകണമെന്നുള്ള ഒരു നിലപാട് പ്രതിഭാഗം ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് അടക്കം പരിശോധിച്ചുകൊണ്ട് തന്നെയായിരിക്കും നിലവിൽ കോടതി ഇക്കാര്യത്തിൽ ഒരു വിധി പറയുക. ഈ കൊലപാതകത്തിന്റെ രീതി അടക്കം നേരത്തെ തന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ വാദം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളൊരു കാര്യം ആവശ്യമെന്നുള്ള രീതിയിൽ പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസ് 2018 ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 വർഷത്തിനിപ്പുറം അല്ലെങ്കിൽ 5 വർഷത്തിനിപ്പുറത്തേക്ക് ഈ ശിക്ഷാവിധി വരുന്ന സമയത്ത് സ്വാഭാവികമാകും ഈ പ്രോസിക്യൂഷൻ ആഗ്രഹിക്കുന്നത് വധശിക്ഷ തന്നെയാണ്. എന്തായാലും ശിക്ഷാവിധി ഏകദേശം ഒരു 11-11:30 കൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെഷൻസ് കോടതിയാണ് ഈ കേസിൽ വിധി പറയുന്നത്. 29-ന് തന്നെ ഈ വിധി ശിക്ഷാവിധിയിന്മേലുള്ള വാദം പൂർത്തിയായിരുന്നു. നേരത്തെ തന്നെ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ കുട്ടികളാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. എന്തായാലും 11:30 മുൻപ് തന്നെ സെഷൻസ് കോടതി ഈ ശിക്ഷാവിധി പുറപ്പെടുവിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലക്ഷ്മി.